അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്ക് സമ്പത്ത് കിട്ടും, സമ്പാദ്യം ഉണ്ടാകും. എങ്ങനെയൊക്കെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ചില ആളുകൾ പറയും നമുക്ക് ഒരുപാട് സമ്പത്തൊന്നും വേണ്ട, എന്നാലും ഒന്ന് ലാവിഷായി ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകാനുള്ള സമ്പത്ത് മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ആവശ്യത്തിൽ കൂടുതലും സമ്പത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ നമുക്ക് സമ്പത്ത് കിട്ടും എന്നുള്ളത് ഒരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ്. അത് ഏത് സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമാണ് എന്നുള്ളത് നോക്കാം. ഒരു മയ്യത്തുമായി ബന്ധമുള്ള ഏത് സ്വപ്നം കണ്ടാലും സാധാരണഗതിയിൽ നമുക്കൊക്കെ പേടിയുണ്ടാവും അല്ലേ? നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടിലേക്കുള്ള സൂചനയാണോ എന്ന് കരുതിയിട്ട് നമ്മൾ പേടിക്കും. മയ്യത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നം കണ്ട മയ്യത്തിനെ കുളിപ്പിക്കുന്നതോ ഖബറിലേക്ക് വെക്കുന്നതോ അങ്ങനെയൊക്കെ കണ്ട. എന്നാലും നമ്മൾ അറിയാത്തൊരു മയ്യത്ത്, ആ മയ്യത്തിനെ സ്വീകരിക്കുന്നതായിട്ട് അങ്ങനെ സ്വപ്നം കാണാണ്. നമുക്കറിയില്ല ഒരു മയ്യത്ത്, ആ മയ്യത്തിനെ നമ്മൾ അജ്ഞാത മയ്യത്ത് എന്നൊക്കെ പറയും. ആ മയ്യത്തിനെ നമ്മൾ അങ്ങനെ സ്വീകരിക്കുകയാണ്. നമ്മൾ പോയിട്ട് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും നമ്മൾ മടക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പം അങ്ങനെ സ്വപ്നം കണ്ടാൽ ഇതിൻ്റെ വ്യാഖ്യാനം എന്തായിരിക്കും? മഹാനായ നാബൽസി എന്നവർ അവിടുത്തെ ഒരു കിതാബിൽ 288 പേജിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അറിയപ്പെടാത്ത ഒരു മയ്യത്തിനെ സ്വീകരിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം അവന് സമ്പത്ത് കിട്ടും എന്നുള്ളതാണ്. അവനിക്ക് സമ്പത്ത് കിട്ടും, പക്ഷെ അവന് കരുതിയ ഭാഗത്തിലൂടെ നമുക്കൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ, നമ്മുടെ പ്ലാൻ ഉണ്ടാവുമല്ലോ. ഈ ഭാഗത്തിലൂടെ നമുക്ക് എന്താക്കുക, പൈസ ഉണ്ടാക്കണം, ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്ത് നമ്മൾ സമ്പാദിക്കണം എന്നൊക്കെ നമ്മൾ കരുതും. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ ഇരിക്കുമ്പോൾ ആ സമ്പത്ത് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അത് ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ എന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. നമ്മൾ വിചാരിക്കാത്ത കരുതാത്ത ഭാഗത്തിലൂടെ നമുക്ക് എന്താകും, സമ്പത്ത് കിട്ടും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.